ഇന്നത്തെ കുട്ടി യാത്ര ആദ്യം ഊബർ ഓട്ടോയിലും പിന്നെ KSRTC ബസ്സിലുമായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. കിൻഫ്ര പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു സ്വന്തം ഈ വരുന്ന നമ്മുടെ നാനോ. ഞായറാഴ്ച വൈകുന്നേരമാണ് കേട്ടോ വീട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെയോടുകൂടി തലസ്ഥാന നഗരിയിലെത്തി. വണ്ടി കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോഴേ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. 10-13 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പം ഇനി ബൈ റോഡ് ഇത്രയും ദൂരം കൊണ്ടുപോകണോ അങ്ങനെയുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ഞങ്ങൾ എന്തായാലും ധൈര്യപൂർവ്വം കൊണ്ടുപോകാം എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം കൊണ്ട് അമ്മ വിളിച്ചപ്പം പറയുന്ന ഒരു ഭയങ്കര വിഷമം മോളെ, വണ്ടി കിടന്ന സ്ഥലത്തോട്ട് നോക്കുമ്പം ഇത്രയും കൊല്ലം നമ്മളെ എവിടെയൊക്കെ പോയേക്കുന്നതിനകത്ത് എപ്പോഴും ഈ മുറ്റത്ത് കിടക്കുന്ന വണ്ടിയല്ലായിരുന്നു, എന്തോ ഒരു സങ്കടം എന്നൊക്കെ. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഭയങ്കര എനിക്കും കൂടി ഒരു സങ്കടം വന്നുപോയി. കാരണം അമ്മ വണ്ടീനെ സ്നേഹിക്കുകയോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻ്റൊന്നും വണ്ടിയോടൊന്നും ഇല്ലാത്ത ആളാണ്. എങ്കിലും അത് അവിടെ നിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം അമ്മയ്ക്ക് അതിനോടൊരു വിഷമം തോന്നി അത്രേ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലേ, ജീവനുള്ളവരെ മാത്രമൊന്നും അല്ല നമുക്ക് സ്നേഹിക്കാൻ പറ്റുക, ജീവനില്ലാത്ത ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കും അല്ലേ. പണ്ടൊക്കെ ആടിനെയും പശുവിനെയും ഒക്കെ വീട്ടിൽ നിന്ന് വിൽക്കുമ്പോൾ ഞാനും ചേച്ചി അമ്മയൊക്കെ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ട് സങ്കടം കൊണ്ട്. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇതും. ഏതായാലും ഒരു ദിവസത്തെ യാത്ര ക്ഷീണം മാറ്റാൻ വേണ്ടി നാനോയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. പിന്നെ ഞങ്ങളും ഞങ്ങളുടെ വയറ് നിറച്ച് പതുക്കെ പുതിയ സ്ഥലത്തേക്ക്, ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക് നാനോയെ കൊണ്ടെത്തിച്ചു. ഇനി ഞങ്ങളോടൊപ്പം വീണ്ടും